ബ്രാഹ്മണനും ആടും. ഒരിക്കലൊരു ബ്രാഹ്മണന് ഒരു ആട്ടിൻകുട്ടിയെ ദാനമായി ലഭിച്ചു. അതിനെ തോളിലിട്ട് അയാൾ വീട്ടിലേക്ക് പോകുന്നത് 4 കൊള്ളക്കാർ കാണാനിടയായി. അയാളെ പറ്റിച്ച് ആ ആട്ടിൻകുട്ടിയെ തട്ടിയെടുക്കാൻ അവർ ഒരു പദ്ധതിയിട്ടു. അതനുസരിച്ച് ആദ്യത്തെ കള്ളൻ ബ്രാഹ്മണന്റെ എതിരെ വന്ന് ചോദിച്ചു, എന്തിനാണ് ഒരു പട്ടിയെ തോളിലിട്ടുകൊണ്ട് നടന്നു പോകുന്നത്? ബ്രാഹ്മണൻ ചീത്ത പറഞ്ഞു, എന്ത് പട്ടി? ഇതൊരാടാണ്, കണ്ണു കണ്ടുകൂടെ നിനക്ക്? അത് ഒരാടാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല. ആ കള്ളൻ മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞ് നടന്നുപോയി. തെല്ലുനേരം കഴിഞ്ഞ് രണ്ടാമത്തെ കള്ളൻ എതിരെ വന്ന് ചോദിച്ചു, നിങ്ങളൊരു ബ്രാഹ്മണനല്ലേ? എന്തിനാ ഈ വൃത്തികെട്ട പട്ടിയെ ചുമന്ന് നടക്കുന്നത്? ഏതെങ്കിലും ബ്രാഹ്മണൻ ഇത് ചെയ്യുമോ? ബ്രാഹ്മണന് ദേഷ്യം വന്നു. ഇതൊരു പട്ടിയാണോ? ആണോ? കണ്ണു കണ്ടുകൂടെ നിനക്ക്? ഇതൊരു ആടാണ്. ആടെന്നോ പശുവെന്നോ മാനെന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷേ ഇതൊരു പട്ടിയാണ് സത്യത്തിൽ, കള്ളൻ ഗൗരവത്തിൽ പറഞ്ഞ് നടന്നുപോയി. ബ്രാഹ്മണന് സംശയമായി. അപരിചിതരായ ആ 2 പേർ പറഞ്ഞ കാര്യം ശരിയായിരിക്കുമോ? എന്തായാലും വീട്ടിൽ പോയിട്ട് ഭാര്യയോട് കൂടി ഒന്ന് ചോദിക്കാം. അപ്പോൾ തന്നെ മൂന്നാമത്തെ കള്ളൻ എതിരെ നടന്നു വന്നു. അയാൾ പറഞ്ഞു, അല്ല, അങ്ങൊരു പുരോഹിതനല്ലേ? എന്തിനാണ് ഈ പട്ടിയെ ചുമലിലേറ്റുന്നത്? ആൾക്കാരെന്തു പറയും? ബ്രാഹ്മണന് ഉറപ്പായി തൻ്റെ ചുമലിൽ കിടത്തിയിരിക്കുന്നത് പട്ടി തന്നെയാണെന്ന്. അയാൾ അതിനെ എടുത്ത് വലിച്ചെറിഞ്ഞു. നാലാമത്തെ കള്ളൻ മെല്ലെ വന്ന് അതിനെ എടുത്ത് കൂട്ടുകാരുടെ അടുത്തേക്ക് ചെന്നു.